നമ്മളീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിലേ ഒരു മതിലിനപ്പുറത്ത് പുറത്ത് നിന്നിട്ട് തമ്മിൽ ഇഷ്ടം കൈമാറില്ലേ, അതുപോലെ എനിക്ക് ഈ ജനലിനപ്പുറം നിന്ന് സ്നേഹം കൈമാറാം. നീ നോക്കിയടാ, ആരും കൂടില്ലെന്നാ തോന്നുന്നത്. പപ്പി, മോളെ പപ്പി, 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 രോഹിത്തെ, 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 പപ്പി മോളെ കാണാനില്ല. രോഹിത്തെ, രോഹിത്തെ, പപ്പി മോളെ, പപ്പി, പപ്പി മോളെ, പപ്പി, പപ്പി മോളെ, പപ്പി. ഓടി വാടാ. അമ്മ എടുക്കുന്നില്ലല്ലോ. ഇതാരാ ഈ രാത്രിയില്? ശ്യാമയാണല്ലോ. എന്നാലും ശാരദാമ്മ എഴുന്നേറ്റൊന്ന് തോന്നണേ. ഞാൻ നിൽക്കണില്ല, പോട്ടെ. വിഷ്ണുട്ടം സൂക്ഷിച്ചു പോണേ. താൻ ടെൻഷനാവണ്ട. എന്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ഒരാളുടെ മുമ്പിൽ പോയി ചാടില്ല. പോട്ടെ, കരയില്ലേ? മോളെ പറയുന്നേ? പപ്പി മോൾ എവിടെ പോയിന്നായി പറയുന്നേ? രാത്രിയിൽ ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ
എന്റെ അടുത്ത് പപ്പിമോളില്ല. അയ്യോ, ഈ വീട്ടിലെല്ലായിടത്തും ഞാൻ നോക്കി, അവളെ എവിടെയെങ്കിലും കാണുന്നില്ല അമ്മേ. അമ്മേ, ഞാനിനി എന്ത് ചെയ്യും? രോഹിത്താണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേക്കൊന്നുമില്ല. മോളെ, ഈ രാത്രിയിൽ പിന്നെ കുഞ്ഞെവിടെ പോവാനാ? അമ്മേ, എന്താ കാര്യം? ഡീ, പപ്പി മോളെ അവിടെ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അമ്മ ഫോണിൽ തന്നെ. ശ്യാമേ, എന്താ ഉണ്ടായേ? പപ്പി നിന്റെ കൂടെ ഇല്ലേ ഇപ്പോ? ഇല്ല കുഞ്ഞേച്ചി, ഇവിടെ ഒരിടത്തും ഇല്ല. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടെങ്ങാനും. ശരി, നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അവള് വേറെ എവിടെയും പോയിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. നീ എന്തായാലും അവിടേക്കൊന്ന് നോക്ക്. ഞാൻ എന്തായാലും ഉടനെ തന്നെ അങ്ങോട്ട് വരാം. പപ്പി, പപ്പി, പപ്പി. ഞാൻ പോയിട്ട് വരാമേ. മോളെ, പപ്പിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നതായിരിക്കും. നോക്കട്ടെ. മോളെ, പക്ഷെ ഈ രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക്. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ അമ്മേ. ഈശ്വര, ഒരാപത്തം വരുത്തല്ലേ. എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ ഒരാപത്തും കൂടാതെ എത്തിച്ചു തരണം. ഈശോ. അച്ചച്ചാ, 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 ദേ അവര്. ഇത് ഇങ്ങോട്ട് പോയടാ. ഇതെവിടെ? ഇപ്പൊ ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ കാണുന്നില്ല. അച്ചച്ചാ, ഞാൻ പപ്പിമോളാ. ആ, ദൂരെ നിൽക്കുന്നു. പപ്പിമോളോ? പപ്പിമോളോ ഇവിടെ ഇരിക്കുന്നേ? അല്ല, ഞാനത് ഇവിടെ എത്തി. അതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. അല്ലെങ്കിൽ ദേ അവരെന്നെ പിടിക്കും. ദേ അച്ചച്ചാ, അവരിങ്ങ് വാ മോളെ, എത്തി. പോവാം. വാ. മോളാ ചേട്ടാ, വീട്. വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങി പോന്നതാ. വീട്. വാ മോളെ. എന്നെ വീടാനാ പറഞ്ഞത്. എടാ, എന്നെ പിടിക്കാതെ കൊച്ചിനെ പോയി പിടിയടാ. അച്ചച്ചാ. രോഹിത്തെ, രോഹിത്തെ എഴുന്നേക്ക്. രോഹിത്തെ ഒന്ന് എഴുന്നേക്ക്, നമ്മുടെ മോളെ കാണാനില്ല. പപ്പി മോളെ കാണാനില്ല. രോഹിത്തെ, രോഹിത്തെ എണീക്ക്. രോഹിത്തെ ഒന്ന് എഴുന്നേക്ക്. ഞാൻ ഈ വീട് മുഴുവൻ നോക്കിയിട്ടായി വിളിക്കുന്നത്. ഒന്ന് എഴുന്നേക്ക് രോഹിത്തെ. രോഹിത്തെ, നമുക്ക് നമ്മുടെ മോളെ പോയി നോക്കാം. രോഹിത്തെ ഒന്ന് എഴുന്നേക്ക്, ഒന്ന് എഴുന്നേക്ക്. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് എന്റെ മോളെ വേണം. എന്റെ മോളെ ഞാൻ കണ്ടെത്തിക്കോളാം. ഞാൻ ഒരു കാലത്ത് ഗതി പിടിക്കില്ലടോ. പുഴുത്തേതാൻ ചാകും. പപ്പി മോളെ. വിഷ്ണു അച്ഛാ, മക്കളെ, അല്ല അച്ഛനെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ? മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ സാറേ.
അച്ഛോ മോളെ നോക്കിയോണേ. എന്താ സാർ? സാറേ എന്താ എന്താ പ്രശ്നം? സാറേ കുമാര് എന്നെ എന്റെ കൊച്ചിനെ ഉപദേശിക്കാൻ നോക്കി സാറേ. പിന്നെ എന്റെ മോൻ വന്നിട്ടാ. അയ്യോ സാറേ, ഞങ്ങൾ വെറുതെ ഇതുവഴി പോവുമായിരുന്നു. അല്ല സാറേ, അല്ല, എന്റെ കൊച്ചിനെ ഒരു ഉപദ്രവിച്ച്. പിടിച്ച് കേറോ കുമാരൻ, കേറോ. എന്നിട്ട് മകൻ എവിടെ? അവൻ ഇവിടെ 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 അവൻ വന്ന ഞാൻ കണ്ടതാ അവനെ. ഞാനവിടെ കണ്ടതാ. അവൻ വന്നിട്ടാ. ചേട്ടാ ഒന്ന് നിർത്തിയേ. ശ്യാമേ, കുഞ്ഞേച്ചി 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 നമ്മുടെ പപ്പി മോള്. നീ വാ, നമുക്ക് നോക്കാം. നീ ഒന്ന് വണ്ടി കയറ. വാ. ചേട്ടാ പോ. ഇനി എങ്ങോട്ടാ? നേരെ പോട്ടെ. ഉറങ്ങുന്നത് വരെ ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് കിടത്തിയതാ കുഞ്ഞേച്ചി. പിന്നെ എവിടെ പോയെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യ ഇങ്ങനെ തീ തിന്ന. പേടിച്ച് വല്ല കടയുടെ വരാന്തയിലും കയറി നിപ്പുണ്ടാവും. നമുക്ക് നോക്കാന്നേ. നീ സമാധാനിക്ക. കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എനിക്ക് സഹിക്കാൻ വയ്യ കുഞ്ഞേച്ചി. എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? ഓളെ കാണാനില്ലെന്ന കാര്യം പറയണേ. ഞാൻ രോഹിത്തിനെ എങ്ങനെയൊക്കെ വിളിച്ചെന്നറിയോ? രോഹിത്ത് എഴുന്നേറ്റില്ല കുഞ്ഞേച്ചി. രോഹിത്തിനിപ്പം മദ്യം മതിയല്ലോ. ഞങ്ങളെ ആരെയും വേണ്ട. രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ശ്യാമേ. അവനിപ്പോ നിങ്ങളിന്ന് ഒരുപാട് അകലെയാ. പിന്നെ അവൻ എങ്ങനെയാ ഇങ്ങനെ തിരക്കി നടക്കുന്നത്? എന്നാലും കുഞ്ഞേച്ചി, നമ്മുടെ മോള്, അവൾക്ക് എന്തു പറ്റി? ഒന്നും സംഭവിക്കില്ല. ദൈവമുണ്ട് അവൾക്ക് കൂട്ടായിട്ട്. നമ്മളെ കാത്തതേ അവൾ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും. ഇനി എങ്ങോട്ടാ മാഡം? അത് നമുക്കേ ആ ബസ് സ്റ്റാൻഡിൽ കൂടി ഒന്ന് നോക്കാം. ശരി. ഹലോ. മോളെ മോളെ എന്തായിടി? കുഞ്ഞിനെ കണ്ടോ? അമ്മേ, ഞങ്ങളിതേ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോവാ. ശ്യാമ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ പപ്പി എങ്ങാനും അവിടെ എത്തുകയാണെങ്കിൽ ഞങ്ങളൊന്ന് വിളിക്കണേ. മോളെ, ഇത്രയും രാത്രിയായില്ലേ? ഇനി നിങ്ങൾ അന്വേഷിച്ചാ പോരാ. നീ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്ക്. അമ്മേ, ഒന്നുകൂടി നോക്കിയിട്ട്. വേണ്ട മോളെ, ഇനിയും നമ്മൾ പോലീസിൽ വിവരം അറിയിക്കാത്തതേ കൂടുതൽ കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കും. പിന്നീട് എന്തുകൊണ്ട് നേരത്തെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്റ്റേഷനിൽ ചെന്ന് വിവരം പറയേ. അവരും കൂടെ അന്വേഷിക്കട്ടെ. ആരന്വേഷിച്ചാലും നമുക്ക് നമ്മുടെ മോളെ കിട്ടണം. ദേ, ഇനി നിങ്ങൾ എന്നെ വിളിക്കുന്നത് പപ്പി മോളെ കിട്ടിയെന്ന് പറയാനായിരിക്കണം, കേട്ടോ? ശരി. എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തിക്കല്ലേ. ചേട്ടാ, ഈ വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ? അതെ മാഡം. നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം. നമ്മൾ മാത്രം തിരക്കിയിട്ട് കാര്യമില്ല. അവരും കൂടി നോക്കട്ടെ.
ഭാമേ സത്യം പറയുന്നേ, നീ എണീറ്റേ. എന്തു രാഘവേട്ടാ? ദേ ഞാൻ കാണിച്ചു തരാം, വന്നേ എണീക്ക്. എണീക്ക് ഭാമേ. രാഘവേട്ടാ, ഇങ്ങോട്ടോ നോക്ക്. ദേ അയ്യോ മോളെ, പപ്പി മോളല്ലേ ഇത്? മോളെങ്ങനെ ഇവിടെ എത്തി? ഇങ്ങോ മോളെ, ഇങ്ങോ. മോളെ രാഘവേട്ട, മോളെ ഇതാരെ പോയി വിളിച്ചോണ്ട് വന്നത്? അല്ല ഭാമേ, മോളെ മോളെ എങ്ങനെ ഇവിടെ എത്തി? മോളെ ആരാ വിളിച്ചോണ്ട് വന്നത്? അച്ഛനാ. അച്ഛൻ. നിങ്ങളിപ്പോ പപ്പിയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു? അല്ല ഭാമേ, ഞാൻ രാഘവേട്ട ചോദിച്ചേ കേട്ടില്ലേ? നിങ്ങൾ പപ്പിയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന്. അല്ല അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ അല്ല ഞാൻ ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ, എക്സ്ക്യൂസ് മീ സർ. സർ ഒന്ന് എഴുന്നേക്കണം. പാതിരാത്രി നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? സുഖമായിട്ട് ഇതുപോലെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാ പോരെ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജില്ലാ കളക്ടർ എന്ന് പറയും. മാഡം. സിഐ ഇല്ലേ? ഇല്ല മാഡം, സാർ ഒരു പെട്രോളിങ്ങിന് പോയിരിക്കുക. അല്ല മാഡം ഇരിക്കും മാഡം. ഞാൻ ആളറിയാതെ ഒന്നും മനസ്സിൽ വെക്കില്ല മാഡം. അല്ല മാഡം ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങളുടെ മോളെ സിയെ എത്തി മാഡം. കേൾക്കണോമാരെ, മാഡം ഈ രാത്രിയിൽ അത് ഞങ്ങളുടെ മോള് മിസ്സിംഗ് ആണ്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ചിലപ്പോ ആ കുട്ടിയായിരിക്കും നമ്മൾ മുത്തച്ഛനോട് പറഞ്ഞു വിട്ടത്. കുഞ്ഞിച്ചി, രാഘവൻ എന്നായിരുന്നു പറയുന്ന ആളുടെ കൂടെ ആ കുട്ടിയെ പറഞ്ഞു വിട്ടത്. അത് ഞങ്ങളുടെ അച്ഛനാ. പക്ഷെ അച്ഛൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ? മാഡം കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ആ ഉണ്ട്. മാഡം ഈ കുട്ടി തന്നെയാ. രാത്രിയിൽ ഇറങ്ങി നടന്ന കുട്ടിയെ അവന്മാര് ശല്യം ചെയ്യാൻ ശ്രമിച്ചു. കൃത്യസമയത്ത് കുട്ടിയുടെ മുത്തശ്ശൻ വന്നതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി. അപ്പോഴേക്കും ഞങ്ങളോടെ എത്തി. അല്ല അപ്പൊ എന്റെ മോള്? മുത്തശ്ശൻ്റെ കൂടെ സുരക്ഷിതമായി ഇപ്പോൾ വീട്ടിലെത്തി കാണും. നിങ്ങൾ പറയുന്ന മുത്തശ്ശൻ ഇദ്ദേഹമാണോ? അതെ, ഇദ്ദേഹം തന്നെ, രാഘവൻ നായർ. ശരി, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. അല്ല മാഡം, അപ്പോൾ ഇവന്മാരെ അവരെയും കൊണ്ടുപോകണം. അങ്ങോട്ട് നീങ്ങില്ല. ഇവരെന്ത് ചെയ്യണം മാഡം? ഞാൻ വിളിച്ചു പറയാം. ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. രാത്രിയിൽ ബസ് കിട്ടാതെ നടുറോഡിൽ പെട്ടുപോകുന്നവര് സുരക്ഷിതമായി വീടെത്താനായിട്ട് ആശ്രയിക്കുന്നത് സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയാണ്. അപ്പൊ ആ വാഹനം ഓടിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് മനുഷ്യത്വ, മനസ്സിലെ നന്മയാണ്. ഇന്നലെ തനിക്ക് ഈ രാത്രിയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ പറ്റൂ എന്ന വിശ്വാസത്തിൽ ആ ഓട്ടോയിൽ ഓരോ യാത്രക്കാരനും കയറാൻ പറ്റും. അതിനു വേണ്ടത് നല്ല സ്വഭാവ ഗുണമുള്ള ഓട്ടോ ഡ്രൈവർമാരാ, അല്ലാതെ ഇതുപോലുള്ള സ്ട്രീറ്റ് റൗഡികളല്ല. ഇവന്മാരുടെ കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം. മാഡം
കൊച്ചിന്റെ കൈത്തണ്ടയിൽ പോലും നീ എങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ പോക്സോ കേസിലാകത്താ. ഇത് പറയുന്നത് ശാലിനിയാ, ശാലിനി വിഷ്ണു.